പ്ലസ് വണ്ണിലെ 7ാമത്തെ ചാപ്റ്ററായ ഇക്വിലിബ്രിയത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ഇക്വിലിബ്രിയം എന്നാണെന്ന് നോക്കാം. ഇക്വിലിബ്രിയം പഠിക്കുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. അതായത് ഇക്വിലിബ്രിയം ഏതൊക്കെ റിയാക്ഷന്റെ കേസിലാണ് നടക്കുന്നത്. അപ്പോൾ രാസപ്രവർത്തനങ്ങളെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഒന്ന് റിവേഴ്സിബിൾ റിയാക്ഷൻ എന്നും മറ്റേത് ഇറിവേഴ്സിബിൾ റിയാക്ഷൻ എന്നും. ഇറിവേഴ്സിബിൾ റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. A reaction that takes place only one direction is called an irreversible reaction. Example, reaction between NaOH and HCl. NaOH ഉം HCl തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് NaCl ഉം H2O ഉണ്ടാകുന്നു. ഇവിടുത്തെ പ്രൊഡക്റ്റ് NaCl ഉം H2O ആണ്. റിയാക്ടന്റ് NaOH ഉം HCl ആണ്. അതായത് ഈ റിയാക്ഷൻ മുന്നോട്ടാണ് നടക്കുന്നത്. അതായത് മുന്നോട്ട് മാത്രമേ നടക്കുള്ളൂ. NaCl എന്ന് പറഞ്ഞാൽ സാധാരണ കറിയുപ്പും H2O വാട്ടറുമാണ്. അപ്പോൾ ഒരിക്കലും ഇത് രണ്ട് കമ്പൈൻ ചെയ്തിട്ട് NaOH HCl കിട്ടില്ലല്ലോ. അപ്പോൾ ആ ടൈപ്പ് ഓഫ് റിയാക്ഷനെയാണ് എന്ന് പറയുന്നത് ഇറിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഒരിക്കലും റിവേഴ്സ് ചെയ്യാൻ കഴിയില്ല. നെക്സ്റ്റ് റിവേഴ്സിബിൾ റിയാക്ഷൻ എന്താ നോക്കാം. ദോസ് വിച്ച് ടേക്ക് പ്ലേസ് ഇൻ ബോത്ത് ഡയറക്ഷൻ. ദാറ്റ് ഈസ് ഹിയർ ദ റിയാക്ടന്റ് കമ്പൈൻഡ് ടു ഫോം പ്രൊഡക്റ്റ് ആൻഡ് ദ പ്രൊഡക്റ്റ് റീകമ്പൈൻഡ് ടു ഫോം റിയാക്ടന്റ്. അതായത് ബോത്ത് ഡയറക്ഷനിൽ നടക്കുന്ന രണ്ട് ദിശകളിലേക്കും നടക്കുന്ന രാസപ്രവർത്തനങ്ങളെയാണ് റിവേഴ്സിബിൾ റിയാക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിൾ നോക്കാം. ഹേബർ പ്രോസസ്സിൽ അമോണിയയുടെ പ്രിപ്പറേഷൻ. നൈട്രജനും ഹൈഡ്രജനും കമ്പൈൻ ചെയ്തിട്ട് NH3 ഉണ്ടാകുന്നു. ഇവിടെ NH3 ഡീകമ്പോസ് ചെയ്താലും ഹൈഡ്രജനും ഉണ്ടാകുന്നു. അപ്പൊ ഈ ടൈപ്പ് ഓഫ് റിയാക്ഷനെ പറയുന്ന പേരാണ് റിവേഴ്സിബിൾ റിയാക്ഷൻ. മുന്നോട്ടും നടക്കും, അതേപോലെ അത് പുറകിലും നടക്കും. അതുകൊണ്ടാണ് ഈ ആരോ മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നത്. അടുത്ത ഇതിലെ ഈ റിവേഴ്സിബിൾ റിയാക്ഷന്റെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താ നോക്കാം. ഫോർവേഡ് റിയാക്ഷൻ എന്താന്ന് നോക്കാം, ബാക്ക്വേർഡ് റിയാക്ഷൻ എന്താ നോക്കാം. ഫോർവേഡ് എന്ന വാക്കിനർത്ഥം മുന്നോട്ട് എന്നാണല്ലോ. അതായത് റിയാക്ടൻസ് ആർ കൺവേർട്ടഡ് ടു പ്രൊഡക്ട്സ്. റിയാക്ടന്റ് പ്രൊഡക്റ്റായി മാറുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഫോർവേഡ് റിയാക്ഷൻ. ആൻഡ് ദ പ്രോസസ് ബൈ വിച്ച് product recombine to form reactant is called backward reaction. അതായത് റിയാക്ടന്റ് പ്രൊഡക്റ്റ് ആവുന്നതും പ്രൊഡക്റ്റ് റിയാക്ടന്റ് ആയി മാറുന്നത് ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് പറയും. മുന്നോട്ട് നടക്കുന്നത് ഫോർവേഡ്, പുറകോട്ട് നടക്കുന്നത് ബാക്ക്വേർഡ്. ആരോ മാർക്ക് ശ്രദ്ധിച്ച് ഫോർവേഡ് അത് ബാക്ക്വേർഡ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി ഇക്വിലിബ്രിയം എന്ന സ്റ്റേജിലേക്ക് എത്തുന്നത് റിവേഴ്സിബിൾ റിയാക്ഷൻ കേസിലാണ്. Reversible reaction എന്താന്ന് നോക്കാം. After some time, the rate of forward reaction become equal to the rate of backward reaction. Forward reaction rate അഥവാ നിരക്കും ബാക്ക്വേർഡ് റിയാക്ഷന്റെ റേറ്റും ഈക്വൽ ആവുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. ആ സ്റ്റേജിനാണ് ഇക്വിലിബ്രിയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും ഈക്വൽ ആവുന്ന സ്റ്റേജിനെയാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇനി ഇക്വിലിബ്രിയത്തിന്റെ പ്രത്യേകത എന്താന്ന് നോക്കാം. ഓക്കെ, equilibrium is dynamic nature. Equilibrium എന്നത് ഡൈനാമിക് ആണ്. That is, at equilibrium the reaction does not stop. Equilibrium സ്റ്റേജിൽ എത്തിയാലും ഒരിക്കലും റിയാക്ഷൻ എന്ത് ചെയ്യില്ല, സ്റ്റോപ്പ് ആവില്ല. ആ റിയാക്ഷൻ വീണ്ടും നടന്നുകൊണ്ടേയിരിക്കും. പക്ഷെ അവരുടെ റേറ്റ് എന്താ, ഈക്വൽ ആണ്. റിയാക്ടന്റ് മോളിക്യൂൾ കൊളൈഡ് ടു ഫോം പ്രൊഡക്റ്റ് ആൻഡ് ദ പ്രൊഡക്റ്റ് മോളിക്യൂൾ കൊളൈഡ് ടു ഫോം റിയാക്ടന്റ് ആൻഡ് these reactions are equal. റിയാക്ടന്റ് മോളിക്യൂൾ പ്രൊഡക്റ്റ് ആവുകയും ചെയ്യും, പ്രൊഡക്റ്റ് മോളിക്യൂൾ റിയാക്ടന്റ് ആവുകയും ചെയ്യും. ഇവരുടെ റേറ്റ് ഈക്വൽ ആവുന്ന ആ സ്റ്റേജ് ആണ് ഇക്വിലിബ്രിയം സ്റ്റേജ്. അതുകൊണ്ട് ഒരിക്കലും ഈ റിയാക്ഷൻ എന്തില്ല, സ്റ്റോപ്പ് ആവില്ല. അതുകൊണ്ട് ഇക്വിലിബ്രിയം ഡൈനാമിക് ഇൻ നേച്ചർ എന്നാണ് പറയുക. ഇനി എത്ര ടൈപ്പ് ഇക്വിലിബ്രിയം എന്ന് നോക്കാം. ഫിസിക്കൽ ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയം ഇൻവോൾവിംഗ് ഫിസിക്കൽ പ്രോസസ്സസ് ഈസ് കോൾഡ് ഫിസിക്കൽ ഇക്വിലിബ്രിയം. ഫിസിക്കൽ പ്രോസസ്സുമായി ബന്ധപ്പെട്ട ഇക്വിലിബ്രിയത്തെ പറയുന്ന പേരാണ് ഫിസിക്കൽ ഇക്വിലിബ്രിയം. എക്സാമ്പിൾ നോക്കാം. മെൽറ്റിംഗ് ഓഫ് ഐസ്, ഒരു ഐസ് ഉരുകുന്നത്. ഇവാപ്പറേഷൻ ഓഫ് വാട്ടർ, വെള്ളം നീരാവിയാകുന്നത്. ഡിസൊല്യൂഷൻ ഓഫ് സോളിഡ്സ് ഓർ ഗ്യാസസ് ഇൻ ലിക്വിഡ്സ്, ഗ്യാസുകളോ അല്ലെങ്കിൽ സോളിഡോ ലിക്വിഡ് ലയിക്കുന്നത്. എക്സാമ്പിൾ നമ്മുടെ സോഡ വാട്ടർ, കാർബൺ ഡൈ ഓക്സൈഡ് വെള്ളത്തിൽ ലയിച്ചാണ് നമുക്ക് സോഡ വാട്ടർ ഉണ്ടാകുന്നത്. സബ്ലിമേഷൻ പ്രോസസ്സ്, ഇതൊക്കെ ഫിസിക്കൽ ഇക്വിലിബ്രിയം ആണ്. വേറൊരു എക്സാമ്പിൾ നോക്കാം. ഐസും വാട്ടറും ഒരു തെർമോ ഫ്ലാസ്കിൽ 273 കെൽവിനിലും 1 atm പ്രഷറിലും നമ്മൾ വെച്ചിരുന്നാൽ അവർ തമ്മിൽ എന്തുണ്ടാവും, ഒരു ഇക്വിലിബ്രിയം ഉണ്ടാവും. ഐസ് വാട്ടർ ആവുകയും ചെയ്യും, വാട്ടർ എന്ത് ചെയ്യും, ഐസ് ആവുകയും ചെയ്തുകൊണ്ടിരിക്കും. ആ രണ്ടും തമ്മിലുള്ള ഒരു ഇക്വേഷൻ, ഒരു റിലേഷൻ ഉണ്ട്. ആ ടൈപ്പ് ഓഫ് സ്റ്റേജിനെയാണ് ഇക്വിലിബ്രിയം സ്റ്റേജ്. ഇത് ഫിസിക്കൽ ഇക്വിലിബ്രിയം എന്നാണ് പറയാം.
Chemical equilibrium എന്താണെന്ന് നോക്കാം. Equilibrium associated with chemical reaction called chemical equilibrium. രാസപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഇക്വിലിബ്രിയത്തെ പറയുന്ന പേരാണ് കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഒരു ഗ്രാഫ് നിങ്ങൾക്ക് കാണാൻ പറ്റും. എക്സ് ആക്സിസിൽ ടൈമും വൈ ആക്സിസിൽ കോൺസെൻട്രേഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ റിയാക്ടന്റ് മോളിക്യൂളാണ് എ ബി, പ്രൊഡക്റ്റ് മോളിക്യൂൾസ് ആണ് സി ഡി. അതായത് റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കുറയുന്നു, പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂടുന്നു. അങ്ങനെയാണ് ഫോർവേഡും ബാക്ക്വേർഡും റിയാക്ഷൻ നടക്കുന്നത്. ഈ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കുറയുന്ന സ്റ്റേജും പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂടുന്ന സ്റ്റേജും ഈക്വൽ ആവുന്ന ഒരു സർട്ടൈൻ സ്റ്റേജ് ഉണ്ട്. അതിനെയാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. Concentration of reactant become equal to the concentration of products called equilibrium. At equilibrium, the concentration of reactant and products are constant. Law of chemical equilibrium എന്താണെന്ന് നോക്കാം. അതായത് ഇത് പ്രപ്പോസ് ചെയ്ത രണ്ട് ശാസ്ത്രജ്ഞന്മാരാണ് ഗൾബർഗും വീഗും. It states that at constant temperature, the product of concentration of products to that of reactants in which each concentration terms is raised to a power which is equal to the stoichiometric coefficients in the balanced chemical equation as a constant value. ഇത്രയേ ഉള്ളൂ. പ്രൊഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഗുണിക്കുക എന്നർത്ഥം, മൾട്ടിപ്ലൈ ചെയ്യുക. കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്ട്സ്, പ്രൊഡക്ട്സിന്റെ കോൺസെൻട്രേഷൻ തമ്മിൽ ഗുണിച്ചതിനെ ടു ദാറ്റ് ഓഫ് റിയാക്ടന്റ്, റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ തമ്മിൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ വിച്ച് ഈച്ച് ടേം, അതായത് ഓരോ കോൺസെൻട്രേഷൻ ടേമും റൈസ്ഡ് ടു എ പവർ, അതിനൊരു പവർ ആയിട്ട് കൊടുക്കും. എന്ത്? ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനിൽ വരുന്ന സൈഡിൽ വരുന്ന നമ്പർ, നമ്മൾ ബാലൻസ് ചെയ്യുന്ന സൈഡിൽ വരുന്ന നമ്പേഴ്സിനെ അതിന്റെ പവർ ആയിട്ട് കൊടുക്കുക. അതാണ് സ്റ്റോക്കിയോമെട്രിക് കോഎഫിഷ്യൻസ് പറയാം. ഇൻ ദ ബാലൻസ് കെമിക്കൽ ഇക്വേഷൻ ആസ് എ കോൺസ്റ്റന്റ് വാല്യൂ. ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ആ കോൺസ്റ്റന്റ് വാല്യൂവിനെയാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയാം. ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷനെ റിയാക്ടന്റ് മോളിക്യൂൾസിന്റെ കോൺസെൻട്രേഷൻ, അതായത് കോൺസെൻട്രേഷൻ ഓരോന്നും എന്ത് വെച്ച് പവറാക്കി എഴുതണം, ഇവിടെ സ്റ്റോക്കിയോമെട്രിക് കോഎഫിഷ്യൻസ് ആയിട്ട് പവറാക്കി എഴുതുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ആ കോൺസ്റ്റന്റിനെയാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. അടുത്തത് ഒരു ജനറൽ ഇക്വേഷൻ തരാം. AA gives BB, AA plus BB gives CC plus DD. ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതൊരു റിവേഴ്സിബിൾ ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആണ്. 6 മാർക്ക് ശ്രദ്ധിക്കുക. റിയാക്ടന്റ് മോളിക്യൂളാണ് എയും ബിയും, സിയും ഡിയും എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ആണ്. ഇതിന്റെ സൈഡിലുള്ള സ്മോൾ ലെറ്റർ എ ബി സി ഡി എന്ന് പറയുന്നവ സ്റ്റോക്കിയോമെട്രിക് കോഎഫിഷ്യൻസ് ആണ്. അപ്പൊ ഇതിന്റെ കേസിൽ എങ്ങനെയാണ് KC കണ്ടുപിടിക്കുന്നത് നോക്കാം. KC ഈക്വൽ ടു CD. ഇതൊരു സ്ക്വയർ ബ്രാക്കറ്റിലാണ് സൂചിപ്പിക്കുന്നത്. അതിനർത്ഥം കോൺസെൻട്രേഷൻ എന്നാണ് അർത്ഥം. സ്ക്വയർ ബ്രാക്കറ്റ് റെപ്രസെന്റ് ചെയ്യുന്നത് കോൺസെൻട്രേഷൻ ആണ്, അതിന്റെ പ്രൊഡക്റ്റ്. അതായത് അത് നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് സി ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഡി. ഇതിന്റെ പവർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് സിയുടെ കോൺസെൻട്രേഷന്റെ, അതായത് സിയുടെ കോൺസെൻട്രേഷന്റെ പവർ ആയിട്ട് സിയുടെ സ്റ്റോക്കിയോമെട്രിക് കോഎഫിഷ്യന്റ്, ഡിയുടെ കോൺസെൻട്രേഷന്റെ പവർ ആയിട്ട് ഡിയുടെ സ്റ്റോക്കിയോമെട്രിക് കോഎഫിഷ്യന്റ്, അതായത് സ്മോൾ ലെറ്റർ ഡി, ഡിവൈഡഡ് ബൈ പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ എ, കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി, അതിന്റെ പവർ ആയിട്ട് സ്മോൾ ലെറ്റർ എയും സ്മോൾ ലെറ്റർ ബിയും കൊടുത്തു. ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അതാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. അപ്പോൾ സാധാരണ ഒരു ജനറൽ ഇക്വേഷനിൽ എങ്ങനെയാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കണ്ടുപിടിക്കുന്നത് കണ്ടുകഴിയും. ഇനി ഒരു എക്സാമ്പിൾ നോക്കാം. H2 I2 കമ്പൈൻ ചെയ്തിട്ട് 2HI ഉണ്ടാകുന്നു. പ്രൊഡക്റ്റ് HI, റിയാക്ടന്റ് H2 ആണ്. ആദ്യം HIയുടെ കോൺസെൻട്രേഷൻ എഴുതി, പവർ, അതായത് ഇതിന്റെ സ്റ്റോക്കിയോമെട്രിക് കോഎഫിഷ്യൻസ് ആണ് 2, അത് പവർ ആക്കി കൊടുത്തു, ഡിവൈഡഡ് ബൈ റിയാക്ടന്റ് മോളിക്യൂളാണ് H2I2, കോൺസെൻട്രേഷൻസ് എഴുതി, അതിന്റെ പവർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു 1 ഉണ്ട്, ആ 1 അതിന്റെ പവർ ആയിട്ട് കൊടുത്തു. ഇങ്ങനെയാണ് ഈ ഒരു ഇക്വേഷന്റെ കേസിലുള്ള കേസ് കണ്ടുപിടിക്കുന്നത്. ഇനി N2 plus 3H2 gives 2NH3. ഇതിന്റെ കേസിലുള്ള കേസ് കണ്ടുപിടിക്കുന്നത് നോക്കുക. കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് എഴുതി, അതിന്റെ പവർ ആയിട്ട് സ്റ്റോക്കിയോമെട്രിക് കോഎഫിഷ്യന്റ് എഴുതി, ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് N2H2 ആണ്. H2ന്റെ പവർ 3 ഉണ്ട്, N2ന്റെ പവർ 1 ആയിട്ടും റെപ്രസെന്റ് ചെയ്തു. ഇതാണ് ഈ ഒരു ഇക്വേഷന്റെ കേസിലുള്ള ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഓക്കെ, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻ gaseous system. gaseous system ഇൻവോൾവ് ചെയ്യുന്നതിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതുന്നെങ്കിൽ നോക്കാം. For involving gases, however, it is usually more convenient to express the equilibrium constant in terms of partial pressure.
ഗ്യാസസ് ഇൻവോൾവ് ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് റെപ്രസെന്റ് ചെയ്യുന്നത് പാർഷ്യൽ പ്രഷറിന്റെ കേസിലാണ്. ഇവിടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ തന്നിട്ടുണ്ട്, പി വി ഈക്വൽ ടു എൻ ആർ ടി. ഇത് എന്തിനാണെന്നുള്ളത് നെക്സ്റ്റ് സ്ലൈഡ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പി വി എന്ന് പറയുന്നത് എൻ ആർ ടി ആണ്. പി വി എൻ ആർ ടി ആണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. പി എന്ന് പറയുന്നത് പാർഷ്യൽ പ്രഷർ ആണ്. അപ്പൊ ഞാൻ പാർഷ്യൽ പ്രഷർ കാണാൻ വേണ്ടിയിട്ട് ഈ വി മൾട്ടിപ്ലൈ തന്നെ ഇപ്പുറത്തോട്ടുള്ളത് എൻ ബൈ വി ഇൻറ്റു ആർ ടി എന്ന് വരും. ഇവിടെ നമ്പർ ഓഫ് മോൾസ് ആണ് എൻ, വി എന്ന് പറയുന്നത് വോളിയാണ്. നമ്പർ ഓഫ് മോൾസിനെ വോളിയം വെച്ച് ഡിവൈഡ് ചെയ്താൽ അതിനെയാണ് കോൺസെൻട്രേഷൻ എന്ന് പറയാം. അതുകൊണ്ട് നമുക്ക് പി എ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, പി ഈക്വൽ ടു സി ആർ ടി എന്ന് റെപ്രസെന്റ് ചെയ്യാം. പി ഈക്വൽ ടു സി ആർ ടി. പി എന്ന് പറയുന്നത് പാർഷ്യൽ പ്രഷർ, സി എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ, ആർ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, ടി എന്ന് പറയുന്നത് ടെമ്പറേച്ചർ. അപ്പം പി ഈക്വൽ ടു സി ആർ ടി എന്നവിടെ റെപ്രസെന്റ് ചെയ്ത് വെച്ചു. ഇത് ഇവിടെ ഇരിക്കട്ടെ. അപ്പൊ ഇതിന്റെ ആവശ്യം എന്താണെന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഇപ്പം ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഗ്യാഷ്യസ് സിസ്റ്റത്തില് ഗ്യാസസ് ഇൻവോൾവ് ചെയ്യുന്ന റിയാക്ഷൻസ് ആണെങ്കിൽ പാർഷ്യൽ പ്രഷറിന്റെ കേസിലാണ് എഴുതുക. പാർഷ്യൽ പ്രഷർ എഴുതുന്നത് എങ്ങനെയാ? പി ഈക്വൽ ടു സി ആർ ടി. ഇവിടെ ഒരു രാസപ്രവർത്തനം തന്നിരിക്കുന്നു. നമ്മൾ നേരത്തെ കണ്ട ജനറൽ ഇക്വേഷൻ ആണ്. എ എ ബി ബി ഗിവ്സ് സി സി ഡി ടി. ഇത് ഗ്യാസസ് ഇൻവോൾവ് ചെയ്യുന്ന രാസപ്രവർത്തനമാണെന്ന് വിചാരിക്കാം. ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ്. അപ്പോൾ ഗ്യാസസ് ഇൻവോൾവ് ചെയ്യണമെങ്കിൽ ഇവയെല്ലാം പാർഷ്യൽ പ്രഷറിന്റെ കേസിൽ റെപ്രസെന്റ് ചെയ്യണം. അതുകൊണ്ട് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ സി എന്നല്ല, പകരം കെ പി എന്ന് എഴുതും. കെ പി എഴുതുന്നത് എങ്ങനെയാ? പാർഷ്യൽ പ്രഷർ ഓഫ് പ്രൊഡക്റ്റ് സി ഇൻറ്റു പാർഷ്യൽ പ്രഷർ ഓഫ് ഡി. ഇനി അവയുടെ സ്റ്റോക്കിയോമെട്രിക് കോഎഫിഷ്യന്റ് എന്താ പവർ ആക്കി കൊടുത്തു, ഡിവൈഡഡ് ബൈ പാർഷ്യൽ പ്രഷർ ഓഫ് റിയാക്ടന്റ് ആയിട്ടുള്ള എ ഇൻറ്റു പാർഷ്യൽ പ്രഷർ ഓഫ് ബി. സ്റ്റോക്കിയോമെട്രിക് കോഎഫിഷ്യന്റ് പവർ ആക്കി കൊടുത്തു. ഇങ്ങനെയാണ് കെ പി കണ്ടുപിടിക്കുന്നത്. മറ്റേത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കണ്ടുപിടിക്കുന്ന പോലെ തന്നെയാണ് കെ പിയും ഇവിടെ കാണുന്നത്. നിങ്ങൾ നേരത്തെ കണ്ടായിരുന്നു പി എന്ന് പറയുന്നത് സി ആർ ടി എന്ന് എഴുതാൻ പറ്റുമല്ലോ. അതുകൊണ്ട് സിയുടെ കോൺസെൻട്രേഷന്റെ റെപ്രസെന്റ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാൻ പറ്റുമല്ലോ. കോൺസെൻട്രേഷൻ ഓഫ് സി റൈസ് ടു പവർ സി. ഈ പിക്ക് വരെ നമുക്ക് സി ആർ ടി എന്ന് എഴുതാം. ഇനി ഡിക്ക് വരും ഡി ആർ ടി എന്ന് എഴുതാം. രണ്ടിടത്തും കോമൺ ആയിട്ട് ആർ ടി ഉണ്ട്. ആർ ടി കോമൺ ആയിട്ട് എടുക്കുമ്പോൾ പവർ ആയതുകൊണ്ട് സിയും ഡിയും തമ്മിൽ ആഡ് ചെയ്യുകയാണ് മുകളിൽ ചെയ്തത്. അതേ സെയിം സ്റ്റെപ്പാണ് താഴെ ചെയ്യേണ്ടത്. പിക്ക് പകരം നമുക്ക് പി എക്ക് പകരം പാർഷ്യൽ പ്രഷർ ഓഫ് എക്ക് പകരം എ ആർ ടി എന്ന് എഴുതും. പാർഷ്യൽ പ്രഷർ ഓഫ് ബിക്ക് പകരം ബി ആർ ടി എന്ന് എഴുതും. സ്റ്റോക്കിയോമെട്രിക് കോഎഫിഷ്യന്റ് മാറത്തില്ല, സെയിം പവർ തന്നെ. ആർ ടി കോമൺ ആയതുകൊണ്ട് എടുത്തു. പവർ മുകളിൽ വന്നുകൊണ്ട് എ പ്ലസ് ബി എന്ന് എഴുതും. ഇവിടെ നോക്കാം, കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ആണിത് അല്ലെ, കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ്. ഇങ്ങനെ ഒരു സാധനം എഴുതിയേക്കുന്നത് നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ്, കെ സിയിലാണ്. അപ്പൊ ഈ സംഭവത്തിനെ നമുക്ക് കെ സി എന്ന് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമല്ലോ. കെ സി എന്ന് റെപ്രസെന്റ് ചെയ്തു. ഇവിടെ ആർ ടി രണ്ടിടത്തും കോമൺ ആയതുകൊണ്ട് ആർ ടി എന്ന് എഴുതി. ഡെൽറ്റ എൻ, അതായത് പ്രൊഡക്റ്റിന്റെ സ്റ്റോക്കിയോമെട്രിക് കോഎഫിഷ്യന്റ് കുറച്ചതിൽ നിന്ന് റിയാക്ടന്റിന്റെ സ്റ്റോക്കിയോമെട്രിക് കോഎഫിഷ്യന്റ് കുറച്ചത് ആൻസർ ആണ് ഡെൽറ്റ എൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കെ പിയും കെ സിയും തമ്മിൽ നമുക്ക് ഈ രീതിയിൽ എഴുതാം. ഗ്യാസസ് ഇൻവോൾവ് ചെയ്യുന്ന റിയാക്ഷനിൽ കെ പിയും കെ സിയും തമ്മിലുള്ള റിയാക്ഷൻ ഇങ്ങനെ എഴുതാം, കെ പി ഈക്വൽ ടു കെ സി ഇൻറ്റു ആർ ടി റേസ് ടു ഡെൽറ്റ എൻ. ഇപ്പൊ ഏതെങ്കിലും ഒരു ഇക്വേഷൻ തന്നിട്ട് അതിന്റെ കെ പി എഴുതാൻ പറയും. കെ പി എഴുതാൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ളൂ, കെ സി ഇൻറ്റു കോൺസെൻട്രേഷൻ എഴുതിയിട്ട് ആർ ടി ഇൻറ്റു ഡെൽറ്റ. കെ സി നിങ്ങൾക്ക് എഴുതാൻ അറിയാം, ആർ ടി ഇൻറ്റു ഡെൽറ്റ. ഡെൽറ്റ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ഇതിന്റെ പവർ ആണ്. അതായത് സ്റ്റോക്കിയോമെട്രിക് കോഎഫിഷ്യന്റ് റിയാക്ടന്റിനെ നമ്മൾ കൂട്ടിയതിൽ നിന്ന് സ്റ്റോക്കിയോമെട്രിക് കോഎഫിഷ്യന്റ് ഓഫ് പവർ പ്രൊഡക്റ്റിന്റെ നിന്ന് കൂട്ടിയതിൽ നിന്ന് റിയാക്ടന്റിന്റെ കുറയ്ക്കുന്നതാണ് എന്ത്, ഈ ഡെൽറ്റ എൻ എന്ന് പറയുന്ന വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം കെ പിയും കെ സിയും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളത് ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് ഹോമോജീനസ് ഹെട്രോജീനസ് ഇക്വിലിബ്രിയം. എന്താണ് ഹോമോജീനസ് ഇക്വിലിബ്രിയം വിത്ത് എക്സാമ്പിൾ, എന്താണ് ഹെട്രോജീനസ് ഇക്വിലിബ്രിയം അതിന്റെ എക്സാമ്പിൾ. എക്സാമ്പിൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹോമോജീനസ് ഇക്വിലിബ്രിയം എന്താണെന്ന് നോക്കാം. Equilibrium reaction in which all the reactant and product are in same phase is called a homogeneous equilibrium. Example നോക്കുമ്പോൾ നിങ്ങൾക്ക് പിടികിട്ടും. N2 3H2 gives 2NH3. ഇവിടെ N2 ഗ്യാസ് ഫേസിൽ, H2 ഗ്യാസ് ഫേസിൽ, NH3 ഗ്യാസ് ഫേസിലാണ്. അപ്പോൾ റിയാക്ടന്റ് മോളിക്യൂളും പ്രൊഡക്റ്റ് മോളിക്യൂളും, അതായത് റിയാക്ഷൻ ഇൻവോൾവ് ചെയ്യുന്ന എല്ലാവരും ഒരേ ഫേസിലാണെങ്കിൽ അതിനെ ഹോമോജീനസ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഇതാണ്. വേറൊരു എക്സാമ്പിൾ 2SO2 plus O2 gives 2SO3. അതിലും ഗ്യാസസ് ആണ് എല്ലാ റിയാക്ടന്റ് മോളിക്യൂളും പ്രൊഡക്റ്റ് മോളിക്യൂളും എന്ന് പറയുന്നത്. എന്നാൽ ഈ ടൈപ്പ് ഓഫ് റിയാക്ഷനാണ് എന്ത് പറയുന്നത്,
homogeneous. Homogeneous are reactant and product are in the same phase. ഇനി റിയാക്ടന്റും പ്രൊഡക്റ്റും ഡിഫറെന്റ് ഫേസിലാണെങ്കിൽ അതിനെ എന്താ പറയും? ഹെട്രോജീനസ് ഇക്വിലിബ്രിയം പറയും. എക്സാമ്പിൾ നോക്കാം. CaCO3 gives CaO plus CO2. ഇവിടെ CaCO3യും CaOയും സോളിഡ് ഫേസിലും, പക്ഷേ CO2 എന്ന് പറയുന്നത് എന്താ? ഗ്യാസ് ഫേസിലുമാണ്. അത് ഹെട്രോജീനസ് ഇക്വിലിബ്രിയം ആണ്. ഫേസ് എല്ലാം സെയിം അല്ല. ഇവിടെ H2O gives H2O, അത് സോളിഡ് ആയിട്ടുള്ള H2O. ഗ്യാസ് വാട്ടർ ആവുന്നത്, ലിക്വിഡ് ആവുന്നത്, അതും അവ തമ്മിലും ഉണ്ട് ഇക്വിലിബ്രിയം. അതും എന്താണ്? ഒരു എന്താണ്? ഹെട്രോജീനസ് ഇക്വിലിബ്രിയം ആണ്. സെയിം ഫേസിലല്ല. സെയിം ഫേസ് ആണെങ്കിൽ ഹോമോജീനസ് എന്നും, ഡിഫറെന്റ് ഫേസ് ആണെങ്കിൽ ഹെട്രോജീനസ് ഇക്വിലിബ്രിയം എന്നാണ് പറയുക. ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, expression of equilibrium constant is applicable only when concentration of reactant and product have attained constant value at equilibrium state. അതായത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ എക്സ്പ്രഷൻ നമുക്ക് എക്സ്പ്രഷൻ ചെയ്യാൻ പറ്റും, ആപ്ലിക്കബിൾ എപ്പോഴേ ഉള്ളൂ, എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് അത് എപ്പോഴേ ആപ്ലിക്കബിൾ ആവുള്ളൂ, പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷനും റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷനും ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിലോട്ട് എത്തിയാൽ മാത്രമേ ഇതിനൊരു ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഒരു എക്സ്പ്രഷൻ വരുള്ളൂ എന്നാണ് പറഞ്ഞത്. അതൊരു ഫീച്ചറാണ്. അതായത് എപ്പോഴാണോ ഇക്വിലിബ്രിയം സ്റ്റേജിലേക്ക് എത്തുന്നത് അപ്പോൾ മാത്രമേ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന് ഒരു വാല്യൂ കിട്ടുള്ളൂ എന്നാണ് അതിന്റെ ആദ്യത്തെ പ്രത്യേകത. നെക്സ്റ്റ്, വാല്യൂ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ആൻഡ് പ്രൊഡക്റ്റ്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ വാല്യൂ റിയാക്ടന്റ് മോളിക്യൂൾസിന്റെയും പ്രൊഡക്റ്റ് മോളിക്യൂൾസിന്റെയും ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. വിച്ച് ഈസ് ഇൻഡിപെൻഡന്റ് ആണ്. അതിനെ ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഫൈനൽ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ എപ്പോഴാണോ ഇതിന് തമ്മിൽ ഈക്വൽ ആവുന്നത്, റേറ്റ് ഈക്വൽ ആവുന്ന അപ്പോൾ മാത്രമേ, കോൺസെൻട്രേഷൻസ് ഈക്വൽ ആവുന്നു അപ്പോൾ മാത്രമേ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വാല്യൂ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അല്ലാതെ ഇനീഷ്യൽ കോൺസെൻട്രേഷനെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. നെക്സ്റ്റ്, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഈസ് ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ്, having one unique value for a particular reaction represented by a balanced equation at a given temperature. Okay, equilibrium constant is temperature dependent ആണ്. അതായത് ഇത് താപനിലയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു വാല്യൂ ആണ്. നെക്സ്റ്റ്, the equilibrium constant for the reverse reaction is equal to the inverse of equilibrium constant of forward reaction. Forward reactionന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് നേരെ റിവേഴ്സ് ആണെന്ന്. ഫോർവേഡ് റിയാക്ഷനെ നേരെ റിവേഴ്സ് ആയിട്ട് എടുക്കുന്നതാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ബാക്ക്വേർഡ് റിയാക്ഷന്റെ എന്താണ്? ബാക്ക്വേർഡ് റിയാക്ഷന്റെ കോൺസ്റ്റന്റ്, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഇസ് ഈക്വൽ ടു ദ ഇൻവേഴ്സ് ഓഫ്, എന്തിന് ഈക്വൽ ആണ്? ഇൻവേഴ്സ് ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഫോർവേഡ് റിയാക്ഷന് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഇൻവേഴ്സ് ആണ്. അത് ആ കെമിക്കൽ ഇക്വേഷൻ നമ്മൾ തിരിച്ചും ഫോർവേഡ് റിയാക്ഷന്റെ N2 ഹൈഡ്രജനും N2 ഹൈഡ്രജൻ കമ്പൈൻ ചെയ്ത് NH3 ഉണ്ടാകുന്ന ഫോർവേഡ് റിയാക്ഷൻ, അതിന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതിയാലും ബാക്ക്വേർഡ് റിയാക്ഷന്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എഴുതിയാലും നേരെ എന്താണ്? ഇൻവേഴ്സ് ടൈപ്പ് ആണെന്ന് നമുക്ക് അത് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് മേജർ ഫീച്ചേഴ്സ് ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ ആപ്ലിക്കേഷൻസ് എന്താ നോക്കാം. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ഇനി നോക്കാൻ പോകുന്നത്. ഒന്ന്, predict the extent of a reaction on the basis of magnitude. അളവിനനുസരിച്ച് ഈ റിയാക്ഷന്റെ എക്സ്റ്റെന്റ്, എത്രത്തോളം അത് മുന്നോട്ടാണോ നടക്കുന്നത് അതോ അത് പിന്നോട്ടാണോ നടക്കുന്നത് എന്ന് റെപ്രസെന്റ് ചെയ്യുന്ന അതിന്റെ മാഗ്നിറ്റ്യൂഡ് അനുസരിച്ച് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും, പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. അതാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ. സെക്കൻഡ് ആപ്ലിക്കേഷൻ നമുക്ക് predict the direction of the reaction. ഒരു റിയാക്ഷന്റെ ഡയറക്ഷൻ കാണാൻ പറ്റും. അത് ഫോർവേഡ് റിയാക്ഷൻ ആണോ ബാക്ക്വേർഡ് റിയാക്ഷൻ ആണോ നടക്കുന്നതെന്ന് predict ചെയ്യാൻ സഹായിക്കുന്നത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ്. നെക്സ്റ്റ്, കാൽക്കുലേറ്റ് ദി ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ. ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് നമുക്ക് സഹായിക്കും. ഇപ്പൊ 3 ആപ്ലിക്കേഷൻസ് ആണ്. ഒന്ന്, എക്സ്റ്റെന്റ് ഓഫ് റിയാക്ഷൻ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും, അത് predict ചെയ്യാൻ പറ്റും. അതേപോലെ രണ്ടാമത്തത് ഡയറക്ഷൻ ഓഫ് റിയാക്ഷന്റെ predict ചെയ്യാൻ സാധിക്കും. അതേപോലെ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കൊണ്ട് നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ്, predicting the extent of reaction. എങ്ങനെയാണ് ഒരു ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് റിയാക്ഷന്റെ കേസിൽ predict ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. The numerical value of equilibrium constant for a reaction indicate the extent of reaction. അതായത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ ഒരു വില,
ആ വില അത് എക്സ്റ്റെൻഡ് അത് എത്രത്തോളം നടന്നു എന്നുള്ളത് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കുന്നു. ഓക്കെ, ഇഫ് കെ സി ഗ്രേറ്റർ ദാൻ 10⁻3, അതായത് കെ സിന്റെ വാല്യൂ 10⁻3 വളരെ കൂടുതലാണെങ്കിൽ എന്തായിരിക്കും? ഇറ്റ് ഈസ് റിയാക്ഷൻ പ്രൊസീഡ്സ് നിയർലി ടു കംപ്ലീഷൻ, അതായത് ആ റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നെക്സ്റ്റ്, ഇഫ് കെ സി ലെസ് ദാൻ 10⁻3, അതായത് 10⁻3 ചെറുതാണെങ്കിൽ എന്താ? റിയാക്ഷൻ പ്രൊസീഡ്സ് റെയർലി, ആ റിയാക്ഷൻ എന്താ? മുന്നോട്ട് നടക്കുന്നില്ല, അത് റെയർലി മാത്രമേ ആ റിയാക്ഷൻ എന്താവുള്ളൂ? നടക്കുള്ളൂ. നെക്സ്റ്റ്, ഇഫ് കെ സി ഇൻ ദ റേഞ്ച് ഓഫ് 10⁻³ ആൻഡ് 10⁻3, 10⁻3ക്കും 10⁻3ക്കും ഇടയിലാണ് കെ സി എങ്കിൽ it is appreciable concentration of both the reactant and products are present. നമുക്ക് ആവശ്യത്തിനുള്ള കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റും പ്രോഡക്റ്റും അവിടെ കിട്ടിയിട്ടുണ്ട് എന്നാണ് അത് മനസ്സിലാക്കുന്നത്. അതായത് കെ സിയുടെ വാല്യൂ അനുസരിച്ചാണ് റിയാക്ഷൻ എത്രത്തോളം മുന്നോട്ട് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം പുറകോട്ടാണ്, അല്ലെങ്കിൽ അപ്രീഷ്യബിൾ കോൺസെൻട്രേഷൻ കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ, നെക്സ്റ്റ്, പ്രഡിക്ഷൻ ഓഫ് ഡയറക്ഷൻ ഓഫ് റിയാക്ഷൻ. ഒരു റിയാക്ഷന്റെ ഡയറക്ഷൻ എങ്ങനെയാണ് ഇത് പ്രഡിക്ട് ചെയ്യുന്നത് നോക്കാം. By knowing values of Kc and Qc. Qc എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ കോഷ്യന്റ് ആണ്. റിയാക്ഷൻ കോഷ്യന്റിന്റെ വാല്യൂവും Kcയുടെ വാല്യൂവും നോക്കിക്കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് പോലെ തന്നെയുള്ള ഒരു വാല്യൂ ആണ് Qc എന്ന് പറയുന്നത്. അപ്പം Kcയുടെ വാല്യൂവും Qcയുടെ വാല്യൂവും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ റിയാക്ഷന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്, അത് ഫോർവേഡ് ബാക്ക്വേർഡ് ആണോ എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. നോക്കുക, ഇഫ് Qc ഗ്രേറ്റർ ദാൻ Kc, അതായത് Qc ചെറുതും Qc വലുതും Kc ചെറുതുമാണെങ്കിൽ ആ റിയാക്ഷൻ പ്രൊസീഡ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് റിയാക്ടന്റ്. അത് റിവേഴ്സ്, അത് എന്തായിരിക്കും? പ്രൊസീഡ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് റിയാക്ടന്റ്, അതായത് റിവേഴ്സ് ബാക്ക്വേർഡ് ആയിട്ട് നടക്കും. നെക്സ്റ്റ്, ഇഫ് Qc ഗ്രേറ്റർ ദാൻ Kc, അതായത് Kc വലുതും Qc ചെറുതുമാണെങ്കിൽ ആ റിയാക്ഷൻ എന്തായും? ഡയറക്ഷൻ പ്രൊസീഡ്സ് ഡയറക്ഷൻ ഓഫ് പ്രൊഡക്റ്റ്, അതായത് മുന്നോട്ട് നടക്കും, ഫോർവേഡ് റിയാക്ഷൻ നടക്കും. ഇനി Kcയും Qcയുടെയും വാല്യൂ ഈക്വൽ ആണെങ്കിൽ ആ റിയാക്ഷൻ എന്തായിരിക്കും? ആ റിയാക്ഷൻ ഈസ് ഇറ്റ് ഇക്വിലിബ്രിയം സ്റ്റേജിലായിരിക്കും ആ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്, നോക്കാം നമുക്ക്. Qcയും Kc വലുത്, Qc ചെറുത്, അപ്പം ഫോർവേഡ്. Qc വലുതും Kc എന്ന് പറയുന്നത് ചെറുതുമാണെങ്കിൽ അത് ബാക്ക്വേർഡ്. രണ്ടും ഈക്വൽ ആണെങ്കിൽ ഇക്വിലിബ്രിയം സ്റ്റേജിലേക്കാണ് എത്തുക. അപ്പം റിയാക്ഷന്റെ പ്രഡിക്ഷൻ, ഡയറക്ഷൻ പ്രഡിക്ട് ചെയ്യുന്നത് Kcയുടെ വാല്യൂ ആണ്. ഓക്കെ, അടുത്തത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയുള്ള ഒരു പ്രിൻസിപ്പിൾ ആണ് ലേ ഷാർഡ്ലെ പ്രിൻസിപ്പിൾ. കേരള സിലബസ് പഠിച്ച കുട്ടികൾക്ക് ഇത് വ്യക്തമായിട്ട് അറിയാം. എന്താണെന്ന് നോക്കാം. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ചേഞ്ച് ഇൻ എനി ഫാക്ടേഴ്സ് ദാറ്റ് ഡിറ്റർമൈൻ ഇക്വിലിബ്രിയം കണ്ടീഷൻ ഓഫ് എ സിസ്റ്റം will cause the system to change in such a manner so as to reduce or to counteract the effect of change. അതായത് ഒരു സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഒരു കെമിക്കൽ ഇക്വേഷനിൽ ഏതെങ്കിലും ഒരു ഭാഗത്തുണ്ടാവുന്ന ചേഞ്ച് ഇൻ എനി ഓഫ് ദ ഫാക്ടേഴ്സ്, ഇക്വിലിബ്രിയത്തെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഫാക്ടറിന്റെ ചേഞ്ച് വരുന്നത് സിസ്റ്റം എന്ത് ചെയ്യും? സിസ്റ്റത്തെ ചേഞ്ച് ചെയ്യും. അതേപോലെ ആ സിസ്റ്റം എന്ത് ചെയ്യും? so as to reduce to counteract the effect of change. അപ്പൊ ആ ചേഞ്ച് അവിടെ വന്നു കഴിഞ്ഞാൽ അതിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സിസ്റ്റം വീണ്ടും ഒന്ന് പുനഃക്രമീകരിക്കും. അപ്പം വീണ്ടും അത് എന്ത് ചെയ്യും? ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് കിട്ടും. ഏതെങ്കിലും ഒരു ഭാഗം, ഇപ്പൊ ഒരു ത്രാസിന്റെ രണ്ട് ഭാഗങ്ങളുണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ ഒരു ത്രാസിന്റെ ഒരു ഭാഗം താഴ്ന്നു പോയി, ഒരു ഭാഗം മുകളിലേക്ക് പോയി. ഇപ്പൊ ഇക്വിലിബ്രിയം സ്റ്റേജ് എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡ് ഈക്വൽ ആണ്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു സൈഡിൽ കുറച്ചൊരു ഭാരം വെച്ച് കഴിയുമ്പോൾ ഇത് താഴ്ന്നു പോകുമല്ലോ. ആ താഴ്ന്നു പോകുമ്പോൾ അവിടെ ഇക്വിലിബ്രിയം ചേഞ്ച് ചെയ്യും. ഇപ്പൊ ഇക്വിലിബ്രിയം ചേഞ്ച് ചെയ്തു. അപ്പൊ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി സിസ്റ്റം വീണ്ടും എന്ത് ചെയ്യും? എന്തെങ്കിലും പുനഃക്രമീകരണം നടത്തി വീണ്ടും അത് എന്ത് ചെയ്യും? ഒരു ഇക്വിലിബ്രിയം സ്റ്റേജിലോട്ട് തന്നെ വീണ്ടും എത്തും. അതായത് ത്രാസിന്റെ ഒരു കട്ടി താഴ്ന്നു പോയി കഴിഞ്ഞാൽ അത് വീണ്ടും പുനഃക്രമീകരണം നടത്തി വീണ്ടും അത് ഇക്വിലിബ്രിയം സ്റ്റേജിലേക്ക് എത്തും. ഇതിനെയാണ് എന്ത് പറയുന്നത്? ലേ ഷാർഡ്ലെ പ്രിൻസിപ്പിൾ. ഏതെങ്കിലും ഒരു ഫാക്ടർ ഇക്വിലിബ്രിയത്തിനെ എന്തെങ്കിലും ചേഞ്ച് വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ കൗണ്ടറാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും? ആ എഫക്ട് ഓഫ് ചേഞ്ചിനെ റെസിസ്റ്റ് ചെയ്ത് വീണ്ടും ഇക്വിലിബ്രിയം സ്റ്റേജിലേക്ക് എത്തും എന്നാണ് ലേ ഷാർഡ്ലെ പ്രിൻസിപ്പിൾ പറയുന്നത്. ഇമ്പോർട്ടന്റ് പ്രിൻസിപ്പിൾ ആണ്, എക്സാമിന് ചോദിക്കുന്നതാണ്. ആദ്യം എഫക്ട് ഓഫ് കോൺസെൻട്രേഷൻ ചേഞ്ച് എന്താണെന്ന് നോക്കാം. കോൺസെൻട്രേഷൻ എങ്ങനെയാണ് ഒരു ഇക്വിലിബ്രിയത്തെ ഡിറ്റർമൈൻ ചെയ്യുന്നത് നോക്കാം നമുക്ക്.
Okay. In general, an increase in concentration of reactant increases the rate of forward reaction, and increase in concentration of products increase in the backward reaction rate. അതായത് കോൺസെൻട്രേഷൻ ഏതെങ്കിലും റിയാക്ടന്റിന്റെ ഭാഗത്ത് കൂടുകയാണെങ്കിൽ, സാധാരണയായി റിയാക്ടന്റിന്റെ ഭാഗത്ത് കൂടുകയാണെങ്കിൽ അതെന്ത് ചെയ്യും? ഫോർവേഡ് റിയാക്ഷൻ നടക്കും. ഇനി ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കണമെങ്കിൽ പ്രൊഡക്റ്റിന്റെ ഭാഗത്ത് കോൺസെൻട്രേഷൻ കൂടുകയാണെങ്കിൽ അത് ബാക്ക്വേർഡ് റിയാക്ഷനിലായിരിക്കും നടക്കുക. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. 2SO2 plus O2 gives 2SO3 ഉണ്ടല്ലോ. 2SO2 O2 കമ്പയർ ചെയ്തിട്ട് 2SO3 ഉണ്ടാകുന്നത്. ഇവിടെ റിയാക്ടന്റ് മോളിക്യൂൾസ് ആണ് SO2 O2, പ്രൊഡക്റ്റ് ആണ് SO3. അപ്പൊ ഞാനിവിടെ SO2ന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്ത് വരിക, അതായത് കൂടുതൽ SO2 ഇട്ടു. കൂടുതൽ SO2 ഇടുമ്പോൾ ഈ റിയാക്ഷൻ നേരെ എന്തിലോട്ട് പ്രൊസീഡ് ചെയ്യും? ഫോർവേഡിലോട്ട് പ്രൊസീഡ് ചെയ്യും. അപ്പം കൂടുതലായിട്ട് SO3 കിട്ടും. അപ്പൊ SO3 കൂടുതൽ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? കോൺസെൻട്രേഷൻ ഓഫ് SO2 ടു ബി ഇൻക്രീസ്ഡ്. ഇനി ഓക്സിജന്റെ കേസിലും ഇതിന്റെ കേസിലും ഞാൻ ഇതിന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്തത് കൂടുതൽ ഇതിനകത്തോട്ടിട്ട് വീണ്ടും എന്തായിരിക്കും? ഫോർവേഡ് റിയാക്ഷൻ ആയിരിക്കും നടക്കുന്നത്. അപ്പം കോൺസെൻട്രേഷൻ ഓഫ് O2, കോൺസെൻട്രേഷൻ ഓഫ് SO2, റിയാക്ടന്റ് മോളിക്യൂളിന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്താൽ പ്രൊഡക്റ്റ് കൂടുതൽ നമുക്ക് കിട്ടും. ഇനി ഞാനിവിടെ SO3 കിട്ടുന്നുണ്ടല്ലേ, SO3യുടെ കോൺസെൻട്രേഷൻ ആണ് ഞാൻ കൂട്ടിയിടുന്നതെങ്കിൽ നേരെ ഷിഫ്റ്റ് ചെയ്തിട്ട് എങ്ങോട്ട് നടക്കും? ബാക്ക്വേർഡ് ഡയറക്ഷനിലേക്ക് ആയിരിക്കും നടക്കുക. അപ്പൊ ഈ റിയാക്ഷൻ മുന്നോട്ടും നടക്കും പിന്നോട്ടും നടക്കും. അപ്പൊ എപ്പോഴാണ് മുന്നോട്ട് നടക്കുന്നത്? ഏതിന്റെ കോൺസെൻട്രേഷൻ കൂട്ടുമ്പോഴാണ് നോക്കുക. ഇപ്പൊ എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്ന ഈ കെമിക്കൽ ഇക്വേഷൻ തന്നിട്ട് കോൺസെൻട്രേഷൻ ഏതെങ്കിലും ഒരെണ്ണത്തിന് കൂട്ടുന്നതായിട്ട് ക്വസ്റ്റ്യൻ വരും. അപ്പം റിയാക്ടന്റ് മോളിക്യൂളിന്റെ കോൺസെൻട്രേഷൻ ആണ് കൂട്ടുന്നതെങ്കിൽ ഫോർവേഡും, പ്രൊഡക്റ്റ് മോളിക്യൂളിന്റെ കോൺസെൻട്രേഷൻ ആണ് കൂട്ടുന്നതെങ്കിൽ ബാക്ക്വേർഡും റിയാക്ഷൻ ആയിരിക്കും നടക്കുക. If we increase concentration of SO2 over O2, the system will try to reduce concentration by shifting reaction forward reaction. അതായത് ആ കോൺസെൻട്രേഷൻ അവിടെ എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഫോർവേഡ് ഡയറക്ഷൻ നടക്കും. ഇതാണ് നമ്മളിപ്പം കണ്ടത്. നേരെ തിരിച്ചാണെങ്കിൽ ബാക്ക്വേർഡ് ഡയറക്ഷനിൽ നടക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഇഫക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് കൂടുതലായിട്ട് ഫോർവേഡ് റിയാക്ഷൻ നടക്കണമെങ്കിൽ എന്തൊക്കെയാണെന്ന് ചോദിക്കും, ബാക്ക്വേർഡ് നടക്കണമെങ്കിൽ എന്തൊക്കെയാണെന്ന് ചോദിക്കും. SO2 കൂടുതലിട്ട ഫോർവേഡ്, O2 കൂടുതലിട്ട ഫോർവേഡ്, SO3 നമ്മൾ SO3 കിട്ടുന്നത് ഇങ്ങനെ റിമൂവ് ചെയ്തുകൊണ്ടിരുന്നാലും ഫോർവേഡ് റിയാക്ഷൻ നടക്കും. ഇനി SO3യുടെ കോൺസെൻട്രേഷൻ കൂട്ടിക്കഴിഞ്ഞ് നേരെ ബാക്ക്വേർഡ് റിയാക്ഷനിലേക്ക് നടക്കുക എന്ന കാര്യം ഓർത്ത് വെക്കുക, പഠിക്കുക. ഓക്കെ. നെക്സ്റ്റ്, ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ചേഞ്ച്. താപനിലയുടെ ഇഫക്റ്റ് എന്താന്ന് നോക്കാം. According to Le-Chatelier's principle, increase in the temperature favor endothermic process and decrease in the temperature favor exothermic process. Endothermic എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ആഗിരണം ചെയ്യുന്നതാണ്. ടെമ്പറേച്ചർ എൻഡോ മീൻസ് എനിക്ക് നടത്തുന്നത്, ടെമ്പറേച്ചർ ആഗിരണം ചെയ്യുന്നതാണ്. അപ്പൊ ടെമ്പറേച്ചർ കൂട്ടി കഴിഞ്ഞ് എൻഡോതെർമിക് പ്രോസസ്സും ടെമ്പറേച്ചർ കുറച്ച് കഴിഞ്ഞാൽ എക്സോതെർമിക് പ്രോസസ് ആയിരിക്കും അവിടെ നടക്കുക. അപ്പം ഫോർവേഡ് റിയാക്ഷൻ എൻഡോതെർമിക് ആണെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷൻ വിൽ ബി എക്സോതെർമിക് ആയിരിക്കും. എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ നോക്കിയിട്ടാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. N2H2NH3 ഉണ്ടാവുന്നു, പ്രോഡക്റ്റ് ഉണ്ടാവുന്നു. ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ മൈനസ് ആണ്, ടെമ്പറേച്ചർ കുറയുകയാണ്. അപ്പൊ ടെമ്പറേച്ചർ കുറയുകയാണെങ്കിൽ എന്താ നോക്കാം. ഹിയർ ഡെൽറ്റ എച്ച് ഇസ് നെഗറ്റീവ് ആണ്. അതായത് ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സോതെർമിക്. അതായത് ടെമ്പറേച്ചർ കുറയുകയാണെങ്കിൽ അതിന്റെ ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ ഫേവർ എക്സോതെർമിക്. അപ്പൊ എക്സോതെർമിക് റിയാക്ഷൻ ആണ്. അപ്പം നമുക്ക് കൂടുതൽ അമോണിയ കൂടുതൽ കിട്ടണമെങ്കിൽ ടെമ്പറേച്ചർ എന്ത് ചെയ്യണം? ഡിക്രീസ് ചെയ്യണം. ഇത് ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുന്ന പ്രോസസ്സാണ്. ഡിക്രീസ് NH3 കിട്ടുന്ന പ്രോസസ് എന്ന് പറഞ്ഞാൽ ഡിക്രീസ് ചെയ്യണം. അത് എക്സോതെർമിക് ആണ്. എക്സോതെർമിക് ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ അമോണിയ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? കൂടുതലായിട്ട് ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്താൽ മാത്രമേ NH3 കിട്ടുള്ളൂ. അപ്പം ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താലോ അത് നേരെ ഷിഫ്റ്റ് ചെയ്തിട്ട് ഫോർവേഡ് റിയാക്ഷനിലേക്ക് നടക്കും. നോക്കാം. അറ്റ് ഹയർ ടെമ്പറേച്ചർ റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ ഇൻക്രീസസ്. ബാക്ക്വേർഡ് റിയാക്ഷൻ നേരെ, അതായത് ഇത് ഇവിടുന്ന് NH3 എന്ന് പറഞ്ഞാൽ N2H2 ഉണ്ടായി മാറും. അതാണ്. ഇപ്പൊ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുകയാണെന്ന് പറയുകയാണെങ്കിൽ, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ അവിടെ ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആയിട്ട് വരുവാണെങ്കിൽ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? എൻഡോതെർമിക് ആണെന്ന് വിചാരിക്കണം. അപ്പൊ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യണം. ഇവിടുത്തെ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുന്നതാണ്. അതായത് നെഗറ്റീവ് ആണ് ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആയതുകൊണ്ട് ഈ റിയാക്ഷൻ എന്ത്? എക്സോതെർമിക് ആണ്. അപ്പൊ കൂടുതൽ NH3 കിട്ടണമെങ്കിൽ ടെമ്പറേച്ചർ ഷുഡ് ബി ഡിക്രീസ്. ഓക്കെ. അടുത്തത് പ്രഷറുമായിട്ട് Le-Chatelier's പ്രിൻസിപ്പിൾ എന്താന്ന് പറയാൻ നോക്കാം. പ്രഷർ ഹാസ് ഇറ്റ്സ് റോൾ ഓൺലി ഇൻ ഗ്യാഷ്യസ് റിയാക്ഷൻ. ഗ്യാസസ് ഉള്ള റിയാക്ഷൻസ് മാത്രമേ പ്രഷർ ഇൻവോൾവ് ചെയ്യൂ. നമ്മൾ നേരത്തെ കണ്ടായിരുന്നു പാർഷ്യൽ പ്രഷർ ഗ്യാസസിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ഇൻ ജനറൽ, ഇൻക്രീസ് ഇൻ പ്രഷർ ഫേവർ ദ റിയാക്ഷൻ വിച്ച് നമ്പർ ഓഫ് മോൾസ് ഡിക്രീസസ് ആൻഡ് വൈസ് വേഴ്സ.
എക്സാമ്പിൾ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. നൈട്രജനും ഹൈഡ്രജനും കമ്പൈൻ ചെയ്തിട്ട് NH3 ഉണ്ടാവും. ഈ റിയാക്ഷൻ കണ്ടല്ലോ നിങ്ങൾ ഇങ്ങനെ ഒരു റിയാക്ഷൻ തന്നു കഴിഞ്ഞ് ആദ്യം ഇതിന്റെ നമ്പർ ഓഫ് മോൾസ് ഇതാ. N2ന്റെ ഇവിടെ ഉള്ള നമ്പർ 1 ആണ്, H2ന്റെ ഇവിടെ ഉള്ള നമ്പർ 3 ആണ്, NH3യുടെ ഇവിടെ ഉള്ള നമ്പർ 2 ആണ്. നോക്കാം, ഫോർവേഡ് റിയാക്ഷൻ നോക്കാം. നമുക്ക് ഇവിടെ 1ഉം 3ഉം ടോട്ടൽ 4 എന്ന് പറഞ്ഞ നമ്പർ എന്തായി മാറുക? 2. നമ്പർ ഓഫ് മോള് കുറയുകയാണ്. നമ്പർ ഓഫ് മോൾസ് കുറയുകയാണെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റ് പ്രഷറിന് ചെയ്താൽ മതി. ഇവിടെ നമ്പർ ഓഫ് മോൾ കുറയുന്നു, അങ്ങനെയാണെങ്കിൽ പ്രഷർ എന്ത് ചെയ്യണം? കൂട്ടണം. അപ്പൊ NH3 കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? പ്രഷർ ഷുഡ് ബി ഇൻക്രീസ്ഡ്. ഇനി എനിക്ക് NH3 അല്ല വേണ്ടത്, N2 ഹൈഡ്രജനുമാണ് വേണ്ടതെങ്കിൽ എന്ത് ചെയ്യണം? അപ്പൊ നോക്കാം, നമ്മൾ നമ്പർ ഓഫ് മോൾ എന്ത് ചെയ്യുന്നു? 2 എന്ന് പറയുന്നത് 4 ആവാം. നമ്പർ കൂടുകയാണ്. നമ്പർ കൂടുകയാണെങ്കിൽ പ്രഷർ എന്ത് ചെയ്യണം? കുറയ്ക്കണം. പ്രഷർ കുറച്ചാൽ ഇത് ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കും. പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ ഫോർവേഡ് റിയാക്ഷൻ നടക്കും. അത് നമ്പർ ഓഫ് മോൾസിന്റെ കേസിലാണ് നോക്കുന്നത്. നമ്പർ ഓഫ് മോൾസ് കൂടുകയാണെങ്കിൽ ഇൻ വിച്ച് ദ നമ്പർ ഓഫ് മോൾസ് ഡിക്രീസസ് ഇൻക്രീസ് ഇൻ പ്രഷർ. നമ്പർ ഓഫ് മോൾസ് കുറയുകയാണെങ്കിൽ പ്രഷർ ഷുഡ് ബി ഇൻക്രീസ്ഡ്. നമ്പർ ഓഫ് മോൾസ് കൂടുകയാണെങ്കിൽ പ്രഷർ ഷുഡ് ബി ഇൻക്രീസ്ഡ്. ഓക്കെ.